ഹലോ ഹായ് ബേബി, ഇപ്പോഴാണോ വന്നേ? യെസ്, സോറി കോൾ ചെയ്യാൻ പറ്റിയില്ല. ബാഡ് സിഗ്നൽ, ഹെവി റെയിൻ. മൈ തോട്ട് ഇസ് മച്ച്. ഹലോ, വർക്കൊക്കെ എങ്ങനെ പോയി? വർക്ക് വാസ് ത്രില്ലിംഗ്. ആർക്കിയോളജി എന്ന് പറഞ്ഞാലേ ത്രില്ലിംഗ് ആയിരിക്കുമല്ലോ കുട്ടാ. ഇപ്രാവശ്യത്തെ വീട് ഒരു വലിയ വീടായിരുന്നു, കൊട്ടാരം പോലെയുള്ള ഒരു വീട്. ശരി, അത് പോട്ടെ. ഇപ്രാവശ്യം ഞാൻ അവിടെ നിന്ന് എന്താ മോഷ്ടിച്ചെന്നറിയോ? ഹോട്ട് ചോക്ലേറ്റ്. ഹോട്ട് ചോക്ലേറ്റ് മോഷ്ടിച്ചെന്നോ? ഇല്ല കുട്ടാ, അമ്മ ഒരു കപ്പ് ഹോട്ട് ചോക്ലേറ്റ് തന്നു, അതിനെ പറ്റിയാ പറഞ്ഞേ. ഐ എം ലവിങ് ഇറ്റ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം അവിടെ നിന്ന് എന്താ മോഷ്ടിച്ചെന്ന് പറ. ഇറ്റ്സ് എ ബുക്ക്. നമ്മൾ നേരിട്ട് കാണുമ്പോ അതിനെ കുറിച്ച് പറയാം. ഓക്കേടാ, ടുമോറോ ദെൻ. കോഫി ഡേ 10:30. ഓക്കേ, ലവ് യു ലവ് യു ലവ് യു. ലവ് യു ടു. ബുക്കോ? എങ്ങനത്തെ ബുക്കാ? ഒരു നോവലാണ്, ലവ് സ്റ്റോറി. അറൌണ്ട് 700 to 800 years old. വലിയ വീട്, ഒരു പെട്ടിന്നാ കിട്ടിയത്. അതിന്റെ കൂടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഹായ് സ്വാമിജി. ആ ബുക്ക് നീ തിരിച്ചു വെക്കുന്നതാ നിനക്ക് നല്ലത്. 700-800 വർഷം എന്ന് പറഞ്ഞാ അതില് കുറെ ദുഷ്ടശക്തികളൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നേ. 800 വർഷം മുന്നേയുള്ള ബുക്കോ? അത് നിന്റെ കയ്യിലുണ്ടെന്നോ? അതെ, അത് അവളുടെ കയ്യിലാ ഉള്ളത്. അവളിത് പഴയ വീട്ടിലേക്കാ പോയത്. എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ, അവൾ അങ്ങനത്തെ വീട്ടിലേക്ക് പോയാലേ എന്തായാലും ഒന്ന് അടിച്ചു മാറ്റിയിട്ടേ വരുള്ളൂ. ഇത്തവണ ഒരു ബുക്ക് അടിച്ചു മാറ്റിയത് അല്ലടി. ആ ബുക്ക് തിരിച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാൻ പറയാനേ മൊത്തം 2 കാര്യമുണ്ട്. ഒന്ന്, അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ബുക്കാണ്. അത് നമ്മുടെ കയ്യിലുണ്ടാവാൻ പാടില്ല, കാരണം അവൾ ആ ഡിപ്പാർട്ട്മെന്റല്ലേ ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ റീസൺ, അത് വളരെ ഡേഞ്ചറസാ. പഴമയുള്ള സാധനങ്ങൾ എന്തെടുത്താലും അതിൽ എന്തെങ്കിലുമൊക്കെ ശക്തികൾ കാണും. ആർക്കറിയാം അതിൽ വല്ല മന്ത്രവാദം ചെയ്തു വെച്ചിട്ടുണ്ടോന്ന്. ഓ കം ഓൺ അനന്തു, ഇത്രയൊക്കെ അന്ധവിശ്വാസം എന്തിനാ? നമ്മളിപ്പോഴും പഴയ കാലത്തിലാണോ? അവൻ പറയുന്നൊന്നും നീ വലിയ കാര്യാക്കണ്ട. നീ ആ ബുക്ക് നിന്റെ കളക്ഷൻസിൽ വെച്ചോ, എന്തെങ്കിലും നമുക്കൊരു എക്സിബിഷൻ വെച്ചേക്കാം. ഓക്കേ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദി ബിസിനസ്. ഇത്തവണത്തെ നമ്മുടെ പ്രോജക്റ്റ് ഒരു ജ്വല്ലറിയുടെ ആഡ് ഷൂട്ടാണ്. ആൻഡ് ക്ലൈന്റ് യെല്ലോ മെറ്റൽ, ഫേമസ് ആയിട്ടുള്ള ജ്വല്ലേഴ്സാ. ദാറ്റ്സ് ഗ്രേറ്റ് സൂര്യ. വണ്ടർഫുൾ. മോഡൽ ആരാ? വി ഹാവ് 2 മോഡൽസ്, ഫിലിം സ്റ്റാർസാ, Okay. ശ്രേയ ആൻഡ് യാമിനി. എടാ റൈറ്റർ, ഇത്തവണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു സ്റ്റോറി എഴുത്. ദിസ് ക്ലൈന്റ് ഹാസ് ഗോട്ട് ടേസ്റ്റ്. നീ വലിയ എക്സ്പെരിമെന്റ്സ് ഒന്നും ചെയ്യണ്ട, വിഷ്വൽ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യ്. പിന്നെ നീയും സിനിമാറ്റോഗ്രാഫിയിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഷുവർ. അത്രയും വലിയ ക്ലയൻസ് ആണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാം. ഓഫ് കോഴ്സ്, അത് നിന്റെ ഡിപ്പാർട്ട്മെന്റാ. Yeah. യു ക്യാൻ ഡു വൺ തിങ്. ഇത്തവണ നിനക്ക് എന്തായാലും വർക്ക് കൂടുതലായിരിക്കും. സെറ്റൊക്കെ ഇടാം, പക്ഷെ മാക്സിമം നാച്ചുറൽ തന്നെ ആയിക്കോട്ടെ. ലൈക്ക് ഓൾഡ് ഹൗസസ്, സംതിങ് ലൈക്ക് ദോസ് ലൈൻസ്. ഷുവർ. ആദ്യം കോൺസെപ്റ്റ് റെഡി ആവട്ടെ, എന്നിട്ട് അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് റെഡിയാക്കാം. ഡെഫിനറ്റ്ലി. നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് എന്തിനാ ഇത്രയും ധൃതി വെക്കുന്നേ? 21 വയസ്സല്ലേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടെ പഠിക്കട്ടെ. പഠിത്തത്തിൽ അവക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണുന്നില്ല, അതുകൊണ്ടാ. കോളേജിൽ വിട്ടാ വെറുതെ പൈസയും സമയവും ഒക്കെ നഷ്ടപ്പെടുത്താവുന്നേ ഉള്ളൂ, അതാ കാരണം. ഇവളുടെ അനിയത്തി എങ്ങനെയുണ്ട് ഇപ്പോ? സുഖായിരിക്കുന്നു, വീട്ടിലാ ഉള്ളത്. അടുത്ത ആഴ്ച എക്സാം ആണ്. അവൾക്ക് പൂശ നക്ഷത്രമാണ്, നല്ല നാളാ. ജനിച്ച ദിവസം ആഗസ്റ്റ് 17-ാം തീയതി വെള്ളിയാഴ്ച 12/10/2002. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അങ്ങയുടെ ഓർമ്മശക്തി ഭയങ്കരം തന്നെയാ. അങ്ങ് അവളെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാ കഴിഞ്ഞ വർഷം. എല്ലാം ദേവിയുടെ കടാക്ഷ. അങ്കിൾ. ഹായ് മേഖല, നിന്റെ അന്വേഷണങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നേ? എപ്പോഴത്തെയും പോലെ ത്രില്ലിംഗ് ആൻഡ് എക്സൈറ്റിംഗ്. ഇപ്രാവശ്യം എന്താ മോഷ്ടിച്ചത്? ഒരു പുസ്തകം, 700 years old. ഓ, നീ ഒരു വലിയ കള്ളി തന്നെയാ. നോക്കുമോളെ, നിന്റെ മാമി അടുക്കളയിലാ ഉള്ളത്, നീ പോയിക്കോ, ഞാൻ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. എന്റെ അനിയത്തിന്റെ മോളാ. നമ്മൾ ഇവളുടെ അനിയത്തിയെ കുറിച്ച് സംസാരിക്കുമായിരുന്നല്ലേ? അവളുടെ പേര് എന്താ? അത് അവളുടെ നാള് ഓർമ്മ കിട്ടുന്നില്ലല്ലോ.
മേഘം കറുക്കില്ല പെണ്ണെ പെണ്ണെ, ഡ്രസ്സും കറുക്കില്ല പെണ്ണെ. നിങ്ങൾ ഇങ്ങനെ പാട്ടും പാടി അവിടെ ഇരുന്നോ. ഈ വീട്ടിൽ എന്തെങ്കിലും വെക്കാൻ ഒരു സാധനം പോലും ഇല്ല. ആ, അത്രയല്ലേ ഉള്ളൂ. ആ എന്താന്ന് അത്രേ ഉള്ളൂന്നാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആ ടീക്കട ഇളണ്ട് വേറെ വല്ല പണിക്ക് പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. കറുത്താലും എന്താടി? ആ ആ അതെ, ആ കടയെ മാത്രം ആശ്രയിച്ചാൽ നമുക്കിനി ജീവിക്കാൻ പറ്റില്ലാന്ന്. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ജീവിക്കാ? എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല ജോലിക്കും പോയേനെ. ഇത് നോക്കെന്റെ മുത്തേ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല കാലം വരും. വരും വരും, നന്നായി വരും. നിങ്ങൾ എപ്പോ ആ കട നിർത്തുന്നോ അപ്പൊ നല്ല കാലം വരും. ഒരു ദിവസം 4 ചായയും 7 വടയും, എന്നിട്ടത് ഹോട്ടലാണെന്ന്. ആ അങ്ങനല്ലടി, നീ ഒന്ന് സമാധാനിക്ക്, എല്ലാം ശരിയാവും. ബിസിനസ് വളരുന്നേ. ശരി, ഞാൻ ആ ചെട്ടിയാരോട് കുറച്ച് കടം ചോദിക്കാം. അയാള് തരും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഥ പറയേ. എന്റെ മരുന്നാണെങ്കിൽ എല്ലാം തീർന്നിരിക്കുക. ഒരു 100 രൂപയല്ലേ ചോദിച്ചുള്ളൂ, അതുപോലും തരാൻ നിങ്ങൾക്ക് കഴിയില്ല. എല്ലാം എന്റെ തലയെഴുത്ത്. സത്യം തന്നെ. എന്ത് പറയാനാ, പാവം ഗൗരി. പെട്ടെന്ന് തന്നെ അവക്ക് ആ മരുന്നൊക്കെ മേടിച്ചു കൊടുക്കണം. 100 രൂപ ഇനിയിപ്പോ ആരോടാ കടം ചോദിക്കാ? നാട് മുഴുവൻ എല്ലാരോടും കടം വാങ്ങിച്ചു. ആ ദൈവമേ, നീ വേണം കരുണ കാണിക്കാൻ. എന്റെ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാതെ ഞാൻ പോവില്ല. താൻ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? സഹായം ചോദിച്ചപ്പോ ഇങ്ങനെയാ? ഛേ, ഈ ദൈവത്തിന് ഞാൻ സൈക്കിളിൽ വരുന്നത് ഇഷ്ടല്ലെന്ന് തോന്നുന്നു. അതും പഞ്ചറാക്കി. ആ ആ ആ ആ എന്താ ഇത്? 100 രൂപ. ദൈവമേ, ചോദിച്ചപ്പോ വാരി തരാതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് തന്നില്ലേ? താൻ എന്ത് ദൈവോ? ആദ്യം കഷ്ടപ്പാട് തരും, പിന്നെ കാശ് കോരി തരും. താനാള് സൂപ്പറാണ് കേട്ടോ. വളരെ നന്ദി. ഇതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങിക്കും. വേഗം പോവാ. എങ്ങനെയാ 100 രൂപ കിട്ടി? ഭാര്യയ്ക്ക് മരുന്ന് മേടിച്ചോണ്ട് പോവാം. ഇതാരെങ്കിലും വന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് പോണം.